ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഇതിപ്പോ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് ഇത് നമ്മള് ഇത് കുറച്ച് കാര്യങ്ങൾ ക്ലാസ് പഠിപ്പിച്ച ഇതിന്റെ ഇനിഷ്യലായിട്ട് 1-2 പ്രോബ്ലം ഒക്കെ നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. ഇത് ഉദ്ദേശിക്കുന്നത് ഈ ചാപ്റ്ററിലെ പ്രോബ്ലമാറ്റിക് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഇൻക്ലൂസീവ് ആണ്. എന്നാൽ ഇതിനകത്ത് നമ്മൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ടുവേർഡ്സ് എൻഡ് ഓഫ് ഈ PDF ഇതിന്റെ അവസാനം നമ്മൾ പിന്നെ പ്രോബ്ലംസ് ഉണ്ട്. എന്നാൽ ഈ പ്രോബ്ലംസ് എല്ലാം നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങൾ എഴുതണം, ചെയ്യണം. അന്നേരം അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എന്നാണോ പിന്നെ ഓൺലൈൻ ക്ലാസ് ഓഫ്ലൈൻ ക്ലാസ് തുടങ്ങുന്നത് അന്നാണ് ഇതിന്റെ സബ്മിഷൻ ഡേറ്റ്. മനസ്സിലായി? അന്ന് ഇത് സബ്മിറ്റ് ചെയ്യണം. അന്നേരം അതുകൊണ്ട് ഞാൻ 2 കാര്യങ്ങൾ നമ്മൾ പിന്നെ രാവിലെ നമ്മൾ മീറ്റ് ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞ ഒരു കാര്യം, നമ്മൾ 22 മിനിറ്റുള്ള ആ വീഡിയോ കാണണം. അതിനുശേഷം മർച്ചന്റ് സർക്കിളിന്റെ പ്രോബ്ലം ചെയ്യണം എന്ന് പറഞ്ഞു. അന്നേരം മർച്ചന്റ് സർക്കിളിന്റെ പ്രോബ്ലം ആ വീഡിയോയിലുണ്ട്. ആ വീഡിയോയിൽ നിന്ന് നിങ്ങൾ അതിനെ കോപ്പി ചെയ്തിട്ട് നോട്ട്ബുക്കിലേക്ക് കോപ്പി ചെയ്യണം. അതിന്റെ ആൻസേഴ്സ് എല്ലാം അതിനകത്തുണ്ടാവും. മനസ്സിലായി? ഈ 2 കാര്യങ്ങളാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ അസൈൻമെന്റ്. അന്നേരം അത് എല്ലാവരുടെയും നോട്ട്ബുക്കുകളിലും ഉണ്ടാവണം. അതിന്റെ ഇന്നിപ്പോ ഷെയർ ചെയ്യുന്ന ഇതിലെ പ്രോബ്ലംസും മർച്ചന്റ് സർക്കിളിൽ ഒരു പ്രോബ്ലം ഉള്ളത്. ആ ഒരു പ്രോബ്ലം വിൽ കവർ ദ എൻറ്റയർ ടോപ്പിക്. അന്നേരം അതുകൊണ്ട് അത് നിങ്ങൾ എഴുതണം. ഇനി ഈ മർച്ചന്റ് സർക്കിളിന്റെയും ആ പ്രോബ്ലത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഡിസ്കഷൻ ആയിരിക്കും നമ്മുടെ മൺഡേ ക്ലാസ്സിലുള്ളത്. അന്ന് ഞാൻ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ആൾക്കാരോട് ചോദിക്കും. അത് ചോദിക്കുമ്പോൾ നിങ്ങൾ പിന്നെ ആൻസർ ചെയ്യുന്നത് അനുസരിച്ചായിരിക്കും. 1-2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഒരാളത് ചോദിക്കുക. അന്നേരം അത് ആൻസർ ചെയ്യുന്നത് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഈ പറയുന്ന അസൈൻമെന്റിന്റെ മാർക്ക് അവാർഡ് ചെയ്യും. അതുകൊണ്ട് എല്ലാവരും ഇത് പ്രിപ്പയർ ചെയ്യണം. ഈ വീഡിയോ എല്ലാവരും കാണണം. നിങ്ങൾക്ക് വളരെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ടൈം നിങ്ങളുടെ മുമ്പിലുണ്ട്. വളരെ കുറച്ച് സമയമേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. അങ്ങനെ പല സാറന്മാരും നിങ്ങൾക്ക് കുറച്ച് സമയം ആവശ്യപ്പെട്ടിട്ടുണ്ടാവും. എന്നിരുന്നാലും നമ്മുടെ മുമ്പിൽ പിന്നെ കോളേജ് ഇപ്പം വെനസ്ഡേ സ്റ്റാർട്ട് ചെയ്യുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ എന്തായാലും ഇത് പിന്നെ പഠിച്ചെങ്കിലേ നമുക്ക് പാസ്സാവാൻ പറ്റും. പക്ഷേ ഫോർച്ചുനേറ്റ്ലി നിങ്ങൾ ഭാഗ്യവാന്മാരായതുകൊണ്ട് ഈ സബ്ജക്ട് ഇറ്റ്സ് എ ലാബ് ബേസ്ഡ് കോഴ്സ്. ലാബ് ബേസ്ഡ് കോഴ്സ് ആയതുകൊണ്ട് വേറൊന്നും കൊണ്ട് ഞാൻ പറഞ്ഞല്ല. 40 മാർക്കിനാണ് ഇൻ സെമസ്റ്റർ എക്സാമിനേഷൻ ഉള്ളത്. ഇൻ സെമസ്റ്റർ എക്സാമിനേഷൻ 40 മാർക്ക് വാങ്ങിച്ചാൽ എത്ര മാർക്ക് വാങ്ങിച്ചാൽ പാസ്സാവാൻ പറ്റും എന്നുള്ള യു പീപ്പിൾ ആർ ഓൾ അവെയർ. സോ സ്കോറിംഗ് ഗുഡ് മാർക്സ് ഇസ് വെരി വെരി ഈസി ഫോർ ദിസ് പർട്ടിക്കുലർ സബ്ജക്ട്. അന്നേരം അതുകൊണ്ട് നമ്മൾ യു ഹാവ് ടു യൂട്ടിലൈസ് ദിസ് സിറ്റുവേഷൻ ആൻഡ് അതുകൊണ്ട് യു വർക്ക് ഹാർഡ് എന്ന് പറഞ്ഞാൽ വർക്ക് ഹാർഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഹാർഡ് വർക്കൊന്നും വേണ്ട ഇതിനകത്ത്. മനസ്സിലായി? ഞാൻ ഈ ഡ്യൂറിങ് ദിസ് ടൈം ഈ സിറ്റുവേഷൻ ഇതായതുകൊണ്ട് പറയുക. മനസ്സിലായി? കുറച്ച് സമയം ഇതിന് വേണ്ടിയിട്ട് ചിലവാക്കണം. ഈ ബുദ്ധിമുട്ടുകളൊന്നും ജോണ്ടിസിനെ പോലുള്ള ബുദ്ധിമുട്ടുകളൊന്നും വരാത്തവരെല്ലാവരും വളരെ ഫ്രീ ആണ്. അതായത് ഈ സമയം വീട്ടിൽ വെറുതെ കിടന്നുറങ്ങി തീർക്കാതെ ഈ സമയം ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യണം. ഇതിന് ഞാൻ ഈ പറയുന്നതിന് 2 കാര്യങ്ങളാണ്. കാര്യം എന്ന് വെച്ചാൽ പിന്നെ നിങ്ങളുടെ രക്ഷകർത്താക്കള് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അന്നേരം അവർക്ക് നിങ്ങൾ കോളേജിൽ വന്ന് അവർക്കൊരു ആശ്വാസമുണ്ട്, നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഇതിപ്പം ഇവിടെ വീട്ടിൽ കയറി നിന്നുകൊണ്ട് പഠനം നടക്കുന്നില്ല, വീട്ടിൽ കിടന്ന് ഉറങ്ങുകയാണ്, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് നിങ്ങൾ വേറെ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുകയാണ്, ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള പല പല ആക്ടിവിറ്റീസ് ആണല്ലോ ഇവിടെ മുമ്പിലുള്ളത്. കാരണം അതുകൊണ്ട് അവരും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവരെ. സോ അതുകൊണ്ട് മുതിർന്ന ആൾക്കാരെന്ന നിലയിൽ അവർക്ക് അതിൻ്റെ ആകാംക്ഷ മനസ്സിലുണ്ടാവും. അന്നേരം ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെ പോയാൽ പറ്റത്തില്ല. അന്നേരം ഈ മോഡ്യൂൾ നമ്മൾ മൺഡേ കൊണ്ട് നമ്മൾ ഇതിൻ്റെ ഈ മോഡ്യൂൾ തീർക്കും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വരണം. ഈ പ്രോബ്ലം ചെയ്തുകൊണ്ട് വരണം. ഈ പ്രോബ്ലം ഇപ്പോഴേ ചെയ്ത് വെച്ചേക്കണം. ഇത് നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ തുടങ്ങുമ്പോൾ അടുത്ത ആഴ്ച തന്നെ തുടങ്ങുമെന്ന് വിചാരിക്കാം. തുടങ്ങുമ്പോൾ നമുക്ക് ഞാൻ ഫസ്റ്റ് അസൈൻമെന്റ് ആയിട്ട് ഇതിനെ വാല്യൂ ചെയ്യും, ഇതിന് ഫുൾ ക്രെഡിറ്റ് തരും. ആ ഫുൾ ക്രെഡിറ്റ് തരുന്നത് ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ പെർഫോമൻസ് ഡ്യൂറിങ് ദ വൈവ എക്സാം ഓൺ മൺഡേ.
അന്നേരം ഇതിനകത്ത് നിങ്ങൾ നോക്കും ടേണിങ് ആൻഡ് കട്ടിങ് കണ്ടീഷൻസ് ഇൻ ടേണിങ്. ഇത് കട്ടിങ് സ്പീഡ് V is equal to pi dn/60 എന്നുള്ള ഈ ഫോമുല നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള സാധനമാണ്. V is equal to pi dn/60 എന്ന ക്ലാസ്സിൽ നമ്മൾ ചെയ്ത സാധനമാണ്. ഇതിന്റെ പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം V എന്ന് പറഞ്ഞാൽ കട്ടിങ് സ്പീഡാണ്, D വർക്ക് പീസ് ഡയമീറ്റർ ആണ്, N സ്പീഡ് ഇൻ RPM. ഇതിന്റെ ബേസിലുള്ള പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. Then second parameter is feed rate. Feed rate is represented by F. Then depth of cut. Then cutting time. Cutting time in the formula നമ്മൾ അന്ന് പഠിച്ച T is L/Fn. Length of cut. F നമുക്കറിയാം. N spindle speed. Length of cut. It is the distance traveled by the tool to machine the work piece, and it is calculated as follows. Length of cut കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങനൊരു ഫോർമുല ഉണ്ട്. അപ്രോച്ച് ലെങ്ത് പ്ലസ് ലെങ്ത് ഓഫ് പീസ് ടു ബി മെഷീൻ ഓവർ ട്രാവൽ. ഇങ്ങനെയാണ് ലെങ്ത് ഓഫ് കട്ട് കണ്ടുപിടിക്കുന്നത്. നമ്മള് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്രോച്ച് എന്താണ്, ഓവർ ട്രാവൽ എന്താണ്. ഓവർ ട്രാവൽ എന്ന് പറഞ്ഞാൽ ഇത് ഇനി ഏറ്റവും ഇങ്ങേ അറ്റത്തെത്തുമ്പം ഉള്ള അത്രയും ഡിസ്റ്റൻസിനാണ് ഓവർ ട്രാവൽ എന്ന് പറയുന്നത്. ഇതാണ് ലെങ്ത് ഓഫ് കട്ട്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കട്ടിംഗ് ടൈം, അത് ചിലപ്പോൾ ഒരു തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ പറ്റുന്നതായിരിക്കും. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കട്ടിംഗ് ടൈം. ദെൻ മെറ്റീരിയൽ റിമൂവൽ റേറ്റ്, MRR, VFD. V is equal to കട്ടിംഗ് സ്പീഡ്. F എന്ന് പറഞ്ഞാൽ ഫീഡ്, L/F into V എന്ന് പറഞ്ഞാൽ F ഫീഡ് റേറ്റ് പെർ millimeter per revolution. D is equal to depth of cut. So factors affecting metal removal rate. അത് തിയറിയും കൂടെ ചോദിച്ചാലോ എന്ന് വെച്ചാൽ തിയറിക്കും കൂടെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഡ്രില്ലിംഗ് ആൻഡ് കട്ടിംഗ് കണ്ടീഷൻസ് ഇൻ ഡ്രില്ലിംഗ്. അങ്ങനെ ഓരോന്നിൻ്റെയും ഇൻട്രൊഡക്ഷൻ ടു ഡ്രില്ലിംഗ്, കട്ടിംഗ് കണ്ടീഷൻസ് ഡ്രില്ലിംഗ്. അന്നേരം ഡ്രില്ലിംഗ് മെഷീൻ്റെ ഫിഗറും കൂടെ ഈ സമയത്ത് വരച്ച് പഠിക്കണം. കട്ടിംഗ് സ്പീഡിന്റെ ഫോർമുല V is equal to pi dn/60 തന്നെ. ഇവിടെയും ഫീഡ് റേറ്റും ഡെപ്ത് ഓഫ് കട്ടും എല്ലാം ഉണ്ട്. കട്ടിംഗ് ടൈം ഇൻ ഡ്രില്ലിംഗ് എല്ലാം TCകൾ L/F into N തന്നെയാണ്. L എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലെന്ത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നേരത്തെ പറഞ്ഞത്. F ഫീഡ് റേറ്റ്, N സ്പിൻഡിൽ. സോ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കട്ടിംഗ് ടൈം, അത് ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മെറ്റീരിയൽ റിമൂവൽ റേറ്റ് ഇൻ ഡ്രില്ലിംഗ്, അതിനുള്ള π/4d² കൂടെ അതിനകത്ത് വേണം. അതിനകത്ത് വേണം. മെറ്റീരിയൽ റിമൂവൽ റേറ്റ് ഇൻ ഡ്രില്ലിങ്ങിൻ്റെ പറയുമ്പോൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് മെറ്റീരിയൽ റിമൂവൽ റേറ്റ് ഇൻ ഡ്രില്ലിംഗ്. ഇനി ഇവിടുത്തെ കോസ്റ്റ് കമ്പോണന്റ് എന്താണെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. കോസ്റ്റ് കമ്പോണന്റ്, മെഷീൻ കോസ്റ്റ്, CM, ലേബർ കോസ്റ്റ്, ദെൻ ടൂൾ കോസ്റ്റ്, മെറ്റീരിയൽ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് ഫോർമുല. ഇനി ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാനാണെങ്കിൽ ഇതാണ് ഫോർമുല. അതിൻ്റെ എല്ലാ അബ്രിവേഷൻസും കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് വേ ടു ഹൗ വി കൻ റെഡ്യൂസ് ദി ഡ്രില്ലിംഗ് കോസ്റ്റ്, ഇതെല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അന്നേരം നമ്മൾ ട്രെയിനിങ് ആയി ഡ്രില്ലിംഗ് ആയി മില്ലിങ് നിങ്ങൾ പ്രാക്ടിക്കലി ചെയ്തതാണ്. അന്നേരം അവിടെയും കട്ടിംഗ് സ്പീഡ് V is equal to pi dn/1000 തന്നെ. ഫീഡ് റേറ്റ്, ഡെപ്ത് ഓഫ് കട്ട്, അവിടെ വിഡ്ത്ത് ഓഫ് കട്ട് വരും. മെഷീനിങ് ടൈം, മെറ്റീരിയൽ റിമൂവൽ റേറ്റ് ഇൻ മില്ലിംഗ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് MRR. അന്നേരം നിങ്ങൾ നോക്കൂ, ഇതിനകത്ത് ഉള്ള ഫോർമുലകളെല്ലാം ആൾമോസ്റ്റ് സിമിലർ ആണ്. ഈ ഫോർമുലകൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുമ്പോൾ ടേണിങ്ങിൻ്റെയും മില്ലിങ്ങിൻ്റെയും ഡ്രില്ലിങ്ങിൻ്റെയും മെറ്റീരിയൽ റിമൂവൽ റേറ്റ് എന്താണ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ മെറ്റീരിയൽ റിമൂവൽ റേറ്റ്, അതെല്ലാം ഈ നോട്ട്സിൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതായത് ഇതിനകത്ത് നമ്മൾ എന്തായാലും ഇതിനകത്തൊരു എഫേർട്ട് ഇട്ടിട്ടുണ്ടല്ലോ.
അന്നേരം അത് നിങ്ങളുടെ വർക്ക് എളുപ്പമാകാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സാധനം പ്രിപ്പയർ ചെയ്യേണ്ടുന്നത് നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്തിരുന്നെങ്കിൽ, ഓരോ സ്റ്റുഡൻറ്റും ഇങ്ങനെ ഒരു സാധനം പ്രിപ്പയർ ചെയ്തിരുന്നുണ്ടെങ്കിൽ നിങ്ങളിത് പഠിക്കുകയും കൂടെ ചെയ്യുക. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി തന്നാലുള്ള കുഴപ്പത്തിൽ ഇതിൻ്റെ ഒരു മറുവശം ഞാൻ പറയാം. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി തരുന്നതിനുള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായി? ഇങ്ങനെ നമ്മൾ തന്നെയാണ് ഇതെല്ലാം പ്രിപ്പയർ ചെയ്തിരുന്നെന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാ ആൾക്കാർക്കും ഇതെങ്ങനെ ഓരോ കാര്യങ്ങളിൽ എത്തിയതെന്നുള്ള നല്ല കൃത്യമായിട്ട് ബോധം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മളത് ചെയ്യാത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ കുറ്റം പറയുന്നതൊന്നുമല്ല. നിങ്ങൾ നല്ല കുട്ടികളാണ്. ഞാൻ എൻ്റെ ഒരു കുറച്ച് കാലമായിട്ട് കാണുന്നതിൽ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ ഏറ്റവും നല്ല കുട്ടികളാണ്. അത് പിന്നെ നിങ്ങളെ ഇപ്പൊ പൊക്കിയിട്ട് എനിക്കൊന്നും നേടാനില്ലെന്നുള്ളതായിരുന്നു നിങ്ങൾക്കറിയാം. അന്നേരം അത് നിങ്ങൾ ഇല്ലാതാക്കരുത്. അത് മാത്രമല്ല, ഞാൻ വളരെയധികം പ്രതീക്ഷയോടുകൂടി കാണുന്നൊരു ബാച്ചാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ജോലി ഉണ്ടാവണം, അല്ലെങ്കിൽ നമുക്ക് ജോലി കിട്ടുന്ന ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവണം, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഹയർ സ്റ്റഡീസിന് പോകണമെങ്കിൽ അങ്ങനെ പോകണം. അതിന് കഴിവുള്ള കുട്ടികളാണ് നിങ്ങളെ എ ബാച്ച് മാത്രമല്ല, എയും ബിയും സിയും നല്ല ബാച്ചായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പിന്നെ നിങ്ങളെ നല്ലതെന്ന് നമ്മൾ പറയുന്നത് നിങ്ങൾ കുറച്ചും കൂടെ എഫേർട്ട് ഇടുന്നവരാണ്. മനസ്സിലായി? അൺഫോർച്ചുനേറ്റ്ലി ഞാൻ നിങ്ങളുടെ റിസൾട്ട് ഒരു മോർ ദാൻ 85% പ്രതീക്ഷിച്ചതാണ്. സോ അൺഫോർച്ചുനേറ്റ്ലി കുറച്ച് പേര്, ചിലർ ഫ്ലൂഡിന് ജയിച്ചവരും മാത്സിന് ജയിച്ചില്ല, അല്ലെങ്കിൽ മാത്സിന് ജയിച്ചാൽ ഫ്ലൂഡിന് ജയിച്ചില്ല. അങ്ങനെ കോമ്പിനേഷനിൽ പിന്നെ കറക്റ്റ് കോമ്പിനേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തോറ്റുപോയത് കൊണ്ടാണ് ഈ 73%. അല്ലെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് ഒരു 85% എങ്കിലും വരേണ്ടതായിരുന്നു. അത് വളരെ ക്വൈറ്റ് അൺഫോർച്ചുനേറ്റ്. അത് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരെ, കുറച്ച് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരെ, ക്ലാസ് എപ്പോഴും നല്ലോണം വർക്ക് ചെയ്യുന്നവർ, മീഡിയമായിട്ടുള്ള ആൾക്കാർ, കുഴപ്പമെന്നവർ, അങ്ങനെയൊക്കെയുള്ള ഒരു ക്രോസ് എപ്പോഴും. പക്ഷേ ഇതിനകത്ത് നമ്മുടെ ക്ലാസ്സിൽ കൂടുതൽ ആൾക്കാർക്കും എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നത് താല്പര്യമുള്ളവരാണ്. അതുകൊണ്ട് നിങ്ങളിത് തന്നെ ചെയ്തിരുന്നെങ്കിൽ, നിങ്ങൾ തന്നെ എഫേർട്ട് ഇട്ടിരുന്നെങ്കിൽ, എവരിബഡി ഷുഡ് നോ വാട്ട് ഈസ് ഇൻ ദ സബ്ജക്ട്. ഇതിപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് തന്നിരിക്കുമ്പോൾ നമ്മൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് മെറ്റീരിയൽ റിമൂവൽ റേറ്റ് വരെ നിങ്ങളടുത്ത് പറയുക എന്ന് പറഞ്ഞാൽ അതെങ്കിലും പിന്നെ നിങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ, ആ പോയിന്റെങ്കിലും നിങ്ങൾ എഴുതി വെച്ചാൽ യു ക്യാൻ സ്കോർ വെരി ഗുഡ് മാർക്സ്. അതുകൊണ്ട് നിങ്ങൾ ഓരോ സാധനവും നിങ്ങൾ നോക്കണം. ഇനി നമ്മൾ ഇവിടെ നോക്കുമ്പം ഇതിന് ന്യൂമറിക്കൽ പ്രോബ്ലംസ്, ഈ പ്രോബ്ലം, ഇതുപോലെ പ്രോബ്ലം നമ്മൾ ആദ്യമേ ക്ലാസ് ചെയ്തതാണ്. A cylindrical workpiece with a diameter 100 mm turned in a lathe at a spindle speed 600 rpm. Calculate the cutting speed. ഇത് നമ്മൾ ചെയ്തത് B is equal to pi dn/1000. ഇങ്ങനെയുള്ള പ്രോബ്ലം ചോദിക്കത്തില്ലെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. ഇത് ചോദിക്കും. മനസ്സിലായി? ഇത് ചോദിക്കുമ്പോൾ യു ക്യാൻ ഏബിൾ ടു സ്കോർ ദ മാർക്സ് വെരി ഈസിലി. അതും കൂടെ നിങ്ങളുടെ മനസ്സിലുണ്ടാകും. പിന്നെ അടുത്തത് a lathe is set to operate at a spindle speed of 400 rpm and the total feed is 0.25 mm per revolution. Calculate the feed rate. And feed rate in the formula F is equal to small f into n. So the total feed is 0.25 mm per revolution. അത് എഫ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ സ്മോൾ എഫിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ സ്മോൾ എഫ് നമുക്ക് തന്നിട്ടുണ്ട്, 0.25 എന്ന് തന്നിട്ടുണ്ട്. പിന്നെ RPM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഫീഡ് റേറ്റ് കിട്ടും. അന്നേരം എഫ് ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എൻ. അന്നേരം ഈ സ്മോൾ എഫ് ആയി തന്നേക്കുന്നതെന്ന് നമ്മുടെ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. ദ ടോട്ടൽ ഫീഡ് ഇസ് എഫ് ഇസ് 0.25 mm പെർ റെവല്യൂഷൻ. 0.25 mm പെർ റെവല്യൂഷൻ എന്ന് പറയുന്നതാണ് സ്മോൾ എഫ്. ദ ഫീഡ് പെർ റെവല്യൂഷൻ ആണ് പിന്നെ നമ്മൾ തന്നിരിക്കുന്നത്. അന്നേരം ഫീഡ് പെർ റെവല്യൂഷൻ ആകുമ്പോൾ വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട, ഒന്നും ആലോചിച്ച് നമ്മൾ കുളമാവണ്ട. പിന്നെ ആ ഫോമിലേക്ക് നിങ്ങൾ അതേ കണക്ക് തന്നെ പഠിക്കുക. നമ്മൾ റെവല്യൂഷൻ, ഫീഡ് പെർ റെവല്യൂഷനിലാണ് ആ ഫോമിൽ ഡിറൈവ് ചെയ്തിരിക്കുന്നത് മാത്രം മനസ്സിലാക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ, ടേണിംഗ് ഓപ്പറേഷൻ ഈസ് പെർഫോംഡ് ഓൺ എ വർക്ക് പീസ് വിത്ത് ഡയമീറ്റർ 80 mm, സ്പിൻഡിൽ സ്പീഡ് 500 rpm, ഫീഡ് റേറ്റ് 0.0 m revolution, depth of cut 2 mm. Calculate the material removal rate, MRR. The MRR is equal to V into F into D. F ഇതിനകത്ത് തന്നിട്ടുണ്ട്, ഡയമീറ്റർ എല്ലാം ഉണ്ട് അതിനകത്ത്. മനസ്സിലായോ? അന്നേരം പിന്നെ നമുക്ക് ഇല്ലാത്ത എന്താന്ന് വെലോസിറ്റിയാണ്. ഓക്കെ, V is equal to 1000 into pi dn cutting speed. V is equal to pi dn by 1000. V is equal to pi dn by 1000 എന്നാണ്
പിന്നെ നമ്മുടെ ഫോമുല ഉള്ളത്. നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാം. വെലോസിറ്റി കണ്ടുപിടിച്ചാൽ നമുക്ക് മെറ്റീരിയൽ റിമൂവൽ റേറ്റ് കണ്ടുപിടിക്കാം. അതിനൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മനസ്സിലായി? എന്ത് സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം നോക്കിയാൽ നമ്മൾ +2 പോലും ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം നമ്മൾ പഠിച്ചിട്ടില്ല. മനസ്സിലായി? ഇവിടെയൊക്കെ ഫോമുല ഓർത്തിരുന്നാലും മാർക്കാം. ഇനി കാൽക്കുലേറ്റ് ദ മെഷീനിങ് ടൈം required to produce one piece of the component as shown in figure. ഇതൊക്കെ കണ്ടാൽ വിചാരിക്കേണ്ട വലിയ കാര്യമാണ്. പിന്നെ the following data is available. കട്ടിംഗ് സ്പീഡ്, ഫീഡ്, ഡെപ്ത് ഓഫ് കട്ട് ഇതെല്ലാം തന്നിട്ടുണ്ട്. സൊല്യൂഷൻ സ്റ്റെപ്പ് 1. അന്നേരം ഡെപ്ത് ഓഫ് മെറ്റീരിയൽ ഈസ് ടു ബി റിമൂവ്ഡ്, അതെല്ലാം നമുക്ക് കണ്ടുപിടിക്കാം. ഇറ്റ് വിൽ ബി അക്കംപ്ലിഷ്ഡ് ഇൻ 2 cuts. അന്നേരം ടൈം ടേക്കൺ F/F into V. അന്നേരം നമുക്ക് ഫോർ 2 cuts ടൈം 0.2 minutes, 2 കട്ടാകുമ്പോൾ 0.4 minutes. എന്നിട്ട് നമ്മൾ ഓരോ പ്രോസസ് അതിനകത്ത് 15 mm to 10 mm ഡയ ഓവർ എ ലെങ്ത് ഓഫ് 15 mm to 10 mm ഡയ ഓവർ എ ലെങ്ത് ഓഫ് 30 mm in one pass. അങ്ങനെ ആ ഫിഗറിനെ നോക്കിയിട്ടാണ് നമ്മൾ ഇത് ഓരോ സാധനം ചെയ്യുന്നത്. മനസ്സിലായി? അന്നേരം അതെല്ലാവരുമൊക്കെ നമുക്ക് ടോട്ടൽ ടൈം കിട്ടും. ഇതിനകത്ത് ചോദിക്കാവുന്ന ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോബ്ലം ഇത് മാത്രമാണ്. ഡിഫിക്കൽട്ട് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് ചിരി വരും. അന്നേരം അതുകൊണ്ട് പിന്നെ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ചോദിക്കുന്നത്. കണ്ടാൽ ഈ കാര്യമാണെന്ന് വിചാരിക്കും, പക്ഷേ വേറെ കാര്യമൊന്നുമില്ല. പിന്നെ ഡ്രില്ലിങ്ങിൻ്റെ സമയം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ള അടുത്ത പ്രോബ്ലം. ഡ്രില്ലിങ് അത് എസ്റ്റിമേറ്റിൻ്റെ ടൈം ടേക്കൺ പറഞ്ഞിട്ടുണ്ട്. മില്ലിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ട്. അന്നേരം ഇതെല്ലാം സൊല്യൂഷൻ ഉൾപ്പെടെ നമ്മൾ തന്നേക്കുക. ഗ്രൈൻഡിങ്ങിൻ്റെ ഉണ്ട്. ഗ്രൈൻഡിങ്ങിൻ്റെ സിലബസിനകത്ത് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. എന്തായാലും ഗ്രൈൻഡിങ് ഉൾപ്പെടെ എഴുതിക്കും. അന്നേരം ഇത്രയും സാധനങ്ങൾ നമ്മൾ തന്നിട്ടുണ്ട്. ഇത് പിന്നെ ഈ ഫോമുലയും എല്ലാം ബൈഹാർട്ട് ചെയ്യണമെങ്കിൽ ബൈഹാർട്ട് ചെയ്യണം. എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ രീതിയിൽ അത് പഠിക്കണം. അന്നേരം ഇത്രയും കാര്യങ്ങൾ ആണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ മൺഡേയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൺഡേ ഞാനിത് ചോദിക്കും. ഇത് മൺഡേയിൽ ഇത് ചോദിച്ചിട്ട് ആ ചോദിച്ചതിൻ്റെ ബേസിലായിരിക്കും മാർക്ക് തരാൻ പോകുന്നത്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ നോക്കി കൊണ്ടുപോകണം. അടുത്ത ക്ലാസ്സിൽ വരാം. ഷെയർ ചെയ്യുന്നത് നിർത്തുക. അന്നേരം കാര്യങ്ങൾ പറഞ്ഞൊക്കെ മനസ്സിലായല്ലോ. അന്നേരം നമ്പേഴ്സ് ഒന്ന് പറയും. Sir, 1%. 2%. 3, 4, 4%. 5, 5%. 6, 7, 8, 9%, sir. 10, 11, 11%, sir. 12, 13, 13%, sir. 13%, sir. 14, 15, 15, 16, 16%, sir. Sir, 15%. 17, 18, 18,
19, 20, 21, 22, 23, 23%. 24, 25, 25. 26, 26. 27, 27, 28, 28. 29, 29, 30, 30, 31, 32, 32. 33, 34. 35, 35. 36, 36. 37, 37. 38. നമ്പർ പറഞ്ഞോളൂ. 38, 38 ഉണ്ടോ? 39. 40. ആ 41. ആ 42. 43. ആ 44. ഓക്കെ 45. 46. 47, 48, 49, 50, 51. 52, 53, 52. 54, 55. 55, 56. 56, 57. 58, 59. 59, 59. 60, 60, 61. 62, 62. 63, 64, 65. 65, 66, 66. 67, 68, 68. 69, 70, 70. 71, 71. 72, 73. 74. 74. ആബ്സെന്റ് പറയാം. 3, 19, 20, 21, 31, 38, 48, 49, 50. 31% ആയിരുന്നു സാർ 31. ഓക്കെ Sir, 19% സാർ 49% ആയിരുന്നു. ആ ശരി. സാർ 38, 50%. 48, 50, 60, 60, 63. സാർ 50% 60, 60 ഉണ്ടോ? ഉണ്ട് സാർ. ആരുണ്ടെന്ന്? 63. ഓക്കെ 63 ഉണ്ടോ ഇവിടെ? 63. ശരി, അങ്ങോട്ട് മണ്ടയാണോ?